56 ഇഞ്ച് നെഞ്ചളവിൻ്റെ കണക്ക് BJP ചിലപ്പോഴൊക്കെ പറയും. ഞങ്ങൾ ഈ ഇരട്ടച്ചങ്കെന്ന് പറയാത്തത് അതിൻ്റെ അവകാശം പിണറായി വിജയനായതുകൊണ്ടാണ്. അതുപോലെ രാജ്യത്തെ 33 കോടി ജനങ്ങളും ഞങ്ങളുടെ പിന്നിൽ അണിനിരന്നിരിക്കുകയാണെന്ന് പൊങ്ങച്ചൻ പറയും, വീമ്പടിക്കും. രാജ്യത്തെ ഹിന്ദുക്കൾ മുഴുവൻ ഞങ്ങളുടേതാണെന്ന് അവകാശപ്പെടും. അതുപോലെ തന്നെ RSSനെ അവരുടെ ഈ കാക്കിക്കളസവും കുറുപടിയും കാണിച്ച് നമ്മളെ പേടിപ്പിക്കും. മൊത്തത്തിൽ മുണ്ട് മാടിക്കെട്ടി തലേക്കെട്ടും ചുണ്ടിലൊരു ചെറു ബീഡിയുമായി നിൽക്കുന്ന ഒരു കവലച്ചട്ടമ്പിയുടെ ലക്ഷണമാണ് പലപ്പോഴും BJPക്ക്. പ്രത്യേകിച്ച് പാർലമെന്റ് BJPക്ക് സ്ത്രീധനമായി കിട്ടിയതാണെന്നാണ് അവർ ചിന്തിക്കുന്നത്. ഇവിടെ ഞങ്ങൾ പറയുന്നത് നടന്നാൽ മതി, നിങ്ങളാരും ഇവിടെ സംസാരിക്കണ്ട, ഞങ്ങൾ പറയുമ്പോൾ സംസാരിച്ചാൽ മതി, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നതേ നടക്കൂ. അതാണ് പാർലമെന്റിന്റെ 2 സഭകളിലും BJP എടുത്തിരിക്കുന്ന സമീപനം. ചിലപ്പോൾ സഭാനാഥന്മാർ തന്നെ ഇതിനൊപ്പം ചേരും. ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും പറഞ്ഞാൽ, എതിർവാക്ക് എന്തെങ്കിലും മിണ്ടിപ്പോയാൽ, നമ്മുടെ ജഗദീപ് ധൻകർ ഉണ്ടല്ലോ, രാജ്യസഭാധിപൻ, അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ഹൂ ആർ യു? അങ്ങനെ പൊങ്ങച്ചം പറഞ്ഞും തള്ളുകൾ തള്ളിയും അത്യാവശ്യം പേടിപ്പിച്ചുകൊണ്ടൊരു ജീവിതമാണ് BJPയുടേത്. പക്ഷെ അവർക്ക് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി തോളിലിടുന്ന ബാഗിനെ പോലും പേടിയാണ്. പ്രിയങ്കയെ പേടിക്കുന്നത് മനസ്സിലാക്കാം. അവര് വന്ന് 16-17 ദിവസം കൊണ്ട് തന്നെ BJPക്ക് ഒരു വലിയ തലവേദനയായി മാറിയിരിക്കുക. അവരുടെ പ്രസംഗം, ആദ്യത്തെ കന്നിപ്രസംഗം, അതിനുശേഷം ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാർലമെന്റിന്റെ മുമ്പിൽ അവരുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധങ്ങൾ, അങ്ങനെ അവരെ പേടിക്കുന്നത് മനസ്സിലാക്കാം. പക്ഷെ അവരുടെ ഭാഗ്യനെ എന്തിനാ പേടിക്കുന്നത്? ആനയെ പേടിച്ചു, എന്തിനാ ആനയുടെ തോട്ടി പേടിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഒരു ലോക്സഭയിൽ വന്നത് പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു ബാഗ് തോളിലിട്ടുകൊണ്ടാണ്. ഈ തണ്ണിമത്തന്റെ ചിത്രമൊക്കെ ഉള്ളൊരു ബാഗാണ്. അത് അന്തർദേശീയ തലത്തിൽ പലസ്തീനെ അഭിവാദ്യം ചെയ്യുന്നവര്, അവർക്ക് പിന്തുണ അറിയിക്കുന്നവരൊക്കെ ഉപയോഗിക്കുന്ന ഒരു സൂചകമാണ് ഈ തണ്ണിമത്തൻ, അത് ചേർത്ത ബാഗ്. ഇത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ BJP കുഞ്ഞുങ്ങൾക്ക്, സംഘിക്കുട്ടികൾക്ക് അങ്ങ് കുരുപൊട്ടി, ക്രിമികടി തുടങ്ങി. പ്രീണനം, മുസ്ലിം പ്രീണനമെന്ന് പറയാൻ തുടങ്ങി. പലസ്തീൻ പ്രശ്നവും അവിടുത്തെ ജനങ്ങളുടെ അവകാശവും അത് നേരത്തെ മുതൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റെടുത്തിട്ടുള്ളൊരു വിഷയമാണ്. ആ പാർട്ടി എന്നേ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അവരുടെ അവകാശങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ, യസാർ അറാഫത്തിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന സംഘടന, ഇന്ത്യയും PLOയുമായി, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയും അറാഫത്തുമായി വലിയ സൗഹൃദ ബന്ധം, വലിയ അടുപ്പമാണ് ഉണ്ടായിരുന്നത്. PLOയെ ആദ്യം അംഗീകരിച്ച രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയായിരുന്നു. അതാണ് പലസ്തീൻ പ്രശ്നത്തിലെ കോൺഗ്രസിന്റെ നിലപാട്. അത് പല പൊട്ടന്മാർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ലെന്നാണ് തോന്നുന്നത്. ആ നിലപാട് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ്, പ്രിയങ്ക ഗാന്ധി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി, മറ്റു നേതാക്കൾ ഒക്കെ പിന്തുടരുന്നത്. ഒരുപക്ഷെ ഗാസയില് ഇസ്രയേലിന് നടത്തുന്ന ഈ കൂട്ടക്കുരുതി ഉണ്ടല്ലോ, അതിനെ അപലപിക്കാൻ തയ്യാറാവാത്ത, അല്ലെങ്കിൽ അതിനെ പിന്താങ്ങുന്ന BJPക്ക് ഇതൊരു പക്ഷേ മനസ്സിലാകണമെന്നില്ല. അതാണ് വ്യത്യാസം. ഇന്നലെ അവർ വന്നത് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ, ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കുമെതിരെ നടക്കുന്ന അക്രമ പ്രവർത്തനങ്ങൾ, അതിൽ പ്രതിഷേധം പ്രകടിപ്പിക്കുന്ന ഒരു ബാഗ് തോളിലിട്ടുകൊണ്ടാണ്. അത് മാത്രമല്ല, അവർ മറ്റ് പ്രതിപക്ഷ അംഗങ്ങളുടെ ഒരു പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. അവർ പറഞ്ഞത് ബംഗ്ലാദേശിൽ ഹിന്ദുക്കളും ക്രൈസ്തവരും കടന്നാക്രമിക്കപ്പെടുകയാണ്, നമ്മുടെ ഗവൺമെന്റ് അക്കാര്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്വബോധത്തോടു കൂടിയുള്ളൊരു നിലപാടെടുക്കണം എന്നാണ്. നമ്മുടെ വിദേശകാര്യ വകുപ്പും ചില BJP നേതാക്കളും മന്ത്രിമാരും ഒക്കെ അവിടുത്തെ ഹിന്ദു ക്രൈസ്തവ പീഡനത്തിനെതിരായിട്ടുള്ള പ്രതിഷേധം വെറും വാചക കസർത്തുകളിലും പ്രസംഗങ്ങളിലും പ്രസ്താവനകളിലും ഒതുക്കുമ്പോഴാണ് പ്രിയങ്ക ഗാന്ധി പ്രതിപക്ഷ അംഗങ്ങളെ നയിച്ചുകൊണ്ട് പാർലമെന്റിന്റെ മുൻപിൽ പ്രകടനം നടത്തിയത്. പ്രിയങ്കയുടെ ബാഗിനെ കുറിച്ചും രാഹുൽ ഗാന്ധിയെ പറ്റിയുമൊക്കെ
നുണയും കൊതിയും പറഞ്ഞ് രസിച്ചിരുന്ന BJP അംഗങ്ങൾ, പ്രത്യേകിച്ച് ലോകസഭയിലെ അംഗങ്ങൾ ഞെട്ടിത്തരിച്ചു പോയത് ഇന്നലെ ലോക്സഭയിൽ നടന്ന ഒരു വോട്ടെടുപ്പിലാണ്. ഇപ്പൊ BJP സർക്കാർ ഒരു പുതിയ നിയമം കൊണ്ടുവരിക, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. അതായത് ലോക്സഭയിലും നിയമസഭകളിലും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തണം. വളരെ ജനാധിപത്യ വിരുദ്ധമായ ഒരു നിയമനിർമ്മാണമാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇത് മോഡിയുടെയും അമിത്ഷായുടെയും കൂട്ടുകെട്ടിൽ പിറന്ന ഒരു തട്ടിക്കൂട്ട് സംഭവമാണ്. അത് സംബന്ധിച്ച ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നതിന് അനുമതി വേണം. അതിന് അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് ലോക്സഭയിൽ നടന്ന വോട്ടെടുപ്പിന്റെ വേളയിലാണ് BJPയുടെ ലോക്സഭയിലെ ദൗർബല്യം, 56 ഇഞ്ചിന്റെ മേനി പറയുന്ന പാർട്ടിയുടെ ദൗർബല്യം നമ്മൾ മനസ്സിലായത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു നിയമനിർമ്മാണമാണ്. ഇത് രാജ്യത്തെ പ്രസിഡൻഷ്യൽ ഭരണ രീതിയിലേക്ക് നയിക്കുന്നതിനുള്ള ഒരു ആദ്യത്തെ ചുവടുവെപ്പായിട്ടാണ് കാണുന്നത്. മോദിക്ക് ഇന്ത്യയുടെ പ്രസിഡന്റ് ആവണം, പ്രസിഡന്റായിട്ട് ഇന്ത്യയെ മുഴുവൻ ഭരിക്കണം, കൂടുതൽ അധികാരങ്ങളോടുകൂടി. ഈ ബിൽ വരുമ്പോൾ തന്നെ പ്രസിഡന്റിന് കൂടുതൽ അധികാരങ്ങൾ കൈവരിക. അതുപോലെ നമ്മുടെ ഭരണഘടനയുടെ അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ മൂലക്കല്ലായ ഫെഡറലിസത്തിനുള്ളൊരു വെല്ലുവിളി അല്ലെങ്കിൽ ഒരു ഭീഷണിയാണ് ഈ നിയമം. അതുപോലെ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവർന്നെടുക്കാൻ കേന്ദ്രത്തിന് അവസരം നൽകുന്ന ഒരു ബില്ലാണ്. ഇത്തരത്തിലുള്ള ഒരു പുതിയ നിയമനിർമ്മാണത്തിന് അതിനാവശ്യമായ ബില്ല്, അതിൽ ഭരണഘടനാ ഭേദഗതി ബില്ലുമുണ്ട്. അത് അവതരിപ്പിക്കാനുള്ള അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് ഉപക്ഷേപം വോട്ടിനിട്ടപ്പോഴാണ് BJP അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയത്. വിപ്പ് കൊടുത്തിരുന്നതായി എല്ലാവരും വന്ന് ഈ വോട്ടെടുപ്പിൽ പങ്കെടുക്കണം, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഹാജരായി ഉപക്ഷേപത്തിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് BJPയും സഖ്യകക്ഷികളും അവരുടെ അംഗങ്ങൾക്കെല്ലാം വിപ്പ് കൊടുത്തിരുന്നതാണ്. വിപ്പെന്ന് പറഞ്ഞാൽ നിർദ്ദേശം കൊടുത്തിരുന്നതാണ്. പക്ഷെ വോട്ടെണ്ണിയപ്പോൾ എന്താ, 20 BJP അംഗങ്ങൾ, 20 പേര് ലോക്സഭയിൽ ഹാജരായിട്ടില്ല. സഖ്യകക്ഷികളിൽപ്പെട്ട 4 പേരും ഹാജരുണ്ടായിരുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ലാണെന്ന് ആലോചിക്കണം. അതിനെങ്ങാൻ അവതരണാനുമതി ലഭിച്ചില്ല പിന്നെ മോഡിയും അമിത്ഷായും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് 20 MP സഭയിൽ നിന്ന് വിട്ടുനിന്നത്, അല്ലെങ്കിൽ വോട്ടെടുപ്പിൽ പങ്കെടുക്കാതിരുന്നത്. അതിൽ 4 മന്ത്രിമാരും കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, വളരെ കൗതുകരമായ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒന്ന്. അതിൽ പ്രധാനി നിതിൻ ഗഡ്കരിയാണ്. വേണമെങ്കിൽ മന്ത്രിസഭയിൽ മോഡിക്കും അമിത്ഷായ്ക്കും രാജ്നാഥ് സിംഗിനും ശേഷം 4ാമൻ എന്നെങ്കിലും പറയാവുന്ന പ്രാധാന്യമുള്ള ഒരാൾ. പലപ്പോഴും മോഡിയുടെ നയങ്ങളെ പാർട്ടിക്കുള്ളിൽ നിശ്ചിതമായി വിമർശിക്കുന്നവരാണ്. കഴിഞ്ഞ തവണ സീറ്റ് കൊടുക്കാതിരിക്കാൻ പോലും മോഡിയും അമിത്ഷായും കൂടെ ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ്, പക്ഷെ നടന്നില്ല. അദ്ദേഹം പങ്കെടുത്തില്ല. ജ്യോതിരാദിത്യ സിന്ധ്യ വന്നില്ല, ഗിരിരാജ് സിംഗ് ഉണ്ടായില്ല. ഈ 3 പേരടക്കം 4 മന്ത്രിമാരാണ് ഇന്നലെ ഈ നിർണായകമായ പരമപ്രധാനമായ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത്. ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം കടുത്ത തിരിച്ചടിയായിരുന്നു, നാണക്കേടായി പോയി. ഒന്ന് ആലോചിച്ചു നോക്കി, ഇതുപോലൊരു സന്ദർഭത്തിൽ 20 MP കാണാനില്ല എന്ന് പറഞ്ഞാൽ, അപ്രത്യക്ഷരാകുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നോട്ടീസ് കൊടുത്തിരിക്കുക ഇവർക്കെല്ലാം. ഗഡ്കരിക്കൊക്കെ കൊടുത്തിട്ടുണ്ടോ എന്നറിയില്ല, മറ്റു 3 മന്ത്രിമാർക്കും കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. ഏതായാലും BJPക്ക് പാർലമെന്റിലുണ്ടായ ഏറ്റവും വലിയ പരാജയങ്ങളിലൊന്നായിട്ട് ഇത് ജയിച്ചു കേട്ടോ. ആ ഉപക്ഷേപം പാസ്സായി. അതിനാവശ്യമായ ഭൂരിപക്ഷമുണ്ടല്ലോ, കേവല ഭൂരിപക്ഷം മതി അത് പാസ്സാവുന്നതിന്. അതിനുള്ള ആളുണ്ടായിരുന്നു. പക്ഷെ 20 MP പോയി, 20+4 MP പോയി, സഖ്യകക്ഷികളുടെ കൂടെ ചേർത്ത്. വലിയ തിരിച്ചടിയാണ് BJPക്ക് ഉണ്ടായത്. ഈ വിപ്പ് ലംഘിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 3 ലൈൻ വിപ്പാണ് നൽകുന്നത്. ഹാജരായി വോട്ട് ചെയ്യണമെന്ന് നിർബന്ധമായി അനുശാസിക്കുന്ന വിപ്പ്. അതിനെ ലംഘിച്ചുകൊണ്ട് വരാതിരിക്കുകയോ വന്നിട്ട് മറിച്ചു വോട്ട് ചെയ്യുകയോ വിപ്പിൽ പറയുന്നതിനെതിരായിട്ട് വോട്ട് ചെയ്യുകയോ ചെയ്താൽ കൂറുമാറ്റ നിരോധ നിയമമനുസരിച്ച് ആ അംഗത്തിൻ്റെ സഭാംഗത്വം റദ്ദാക്കാൻ പറ്റും. ഇപ്പൊ BJP അതൊന്നും ചെയ്യാൻ പോകുന്നില്ല. അവിടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു മുട്ടുശാന്തിക്കുള്ള ഒരു മറുപടി വിശദീകരണം എഴുതി വാങ്ങും. അസുഖമായിരുന്നു, തലവേദനയായിരുന്നു, മുട്ടേൽപ്പനിയായിരുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം പറഞ്ഞൊരു വിശദീകരണം വാങ്ങും.
അങ്ങനെ അത് ഒഴിവാക്കുമായിരിക്കും. അടുത്ത വോട്ടെടുപ്പിൽ ചാട്ടവാറടിച്ചൂടെ കൊണ്ടിരുത്തുമായിരിക്കും, അനുകൂലിച്ച് വോട്ട് ചെയ്യിക്കുമായിരിക്കും. പക്ഷേ കൂറുമാറ്റ നിരോധ നിയമം പോലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പിഴവാണ് ഈ 20+4 NDAയിലെ MP-മാർക്ക് ഉണ്ടായത്. കൂട്ടത്തിലൊരു കാര്യം കൂടെ പറയണം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അന്നേരം സഭയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം ഈ വിപ്പിനൊക്കെ അതീതനാണ്. അതുക്കും മേലെയാണ് മഹാനുഭാവൻ. അദ്ദേഹത്തിന് ആരാ വിപ്പ് കൊടുക്കുക? അദ്ദേഹം സാധാരണഗതിയിൽ ആഴ്ചയിൽ 1 ദിവസമാണ് സഭയിൽ വരിക എന്നാണ് പറയുന്നത്. വരും, എല്ലാവരെയും അനുഗ്രഹിച്ചിട്ട് തിരിച്ചു പോകും. ഇപ്പോൾ പാർലമെന്റിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ഡേ എന്നൊരു സങ്കല്പം പോലും ഉണ്ടെന്നാണ് നമ്മുടെ സ്പെഷ്യൽ കറസ്പോണ്ടന്റുമാര്, മുതിർന്ന മാപ്രകള് പറയുന്നത്. സ്പെഷ്യൽ കറസ്പോണ്ടന്റ് എന്ന് പറഞ്ഞാൽ VK ഭാഷയിൽ വിശേഷാൽ പരുന്തുകൾ. അവർ പറയുന്നത് അതാ, പ്രൈം മിനിസ്റ്റേഴ്സ് ഡേ. അങ്ങനെ ഇതുവരെ കേട്ടിട്ടില്ല. കുറെ കാലം ഡൽഹിയിൽ പത്രപ്രവർത്തനാകാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അന്നൊന്നും ഈ പ്രൈം മിനിസ്റ്റേഴ്സ് ഡേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അങ്ങനെ ഉണ്ടത്രേ. പ്രധാനമന്ത്രി സഭയിലേക്ക് എഴുന്നള്ളുന്ന ദിവസം. നമ്മുടെ രാഹുൽ ഗാന്ധിയും ഇന്നലെ സഭയിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം കേരളത്തിൽ തൃശ്ശൂരിലായിരുന്നു. സോണിയാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി PP മാധവൻ അന്തരിച്ചു. അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അദ്ദേഹം ഡൽഹിയിൽ നിന്ന് തൃശ്ശൂരിലെത്തിയിരുന്നു. പാർലമെന്റിൽ ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ഫ്ലോർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതായത് സഭയിലെ നടപടികൾ, പ്രതിപക്ഷത്തിൻ്റെ ആണെങ്കിലും ഭരണപക്ഷത്തിൻ്റെ ആണെങ്കിലും പ്രവർത്തനങ്ങൾ അവർക്ക് തൃപ്തികരമായ രീതിയിൽ പൂർത്തിയാക്കുക, അങ്ങനെ ചെയ്തെടുക്കുക, അതിന് ആവശ്യമായ സാഹചര്യം സൃഷ്ടിക്കുക. അതിനാണ് ഫ്ലോർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അത് ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് പാർലമെന്ററി കാര്യ മന്ത്രിയാണ് നോക്കുക. പാർലമെന്ററി കാര്യമന്ത്രി ലോക്സഭയിലാണെങ്കിൽ രാജ്യസഭയിൽ അദ്ദേഹത്തിന് ഒരു ഡെപ്യൂട്ടി ഉണ്ടാവും, ഒരു സഹമന്ത്രി. പാർലമെന്ററി കാര്യമന്ത്രിക്ക് തന്നെ രാജ്യസഭയിൽ പോയിട്ട് ഫ്ലോർ മാനേജ്മെന്റിന് നേതൃത്വം കൊടുക്കാൻ പറ്റും. നമ്മുടെ ഈ പാർലമെന്ററി കാര്യമന്ത്രി എന്ന് പറയുന്നത് കിരൺ റിജ്ജു സാറാണ്. അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ ഭരണഘടനാ ചർച്ചയൊക്കെ നടക്കുകയാണല്ലോ. അതിന്റെ ഭാഗമായിട്ട് ഈ കോൺഗ്രസ്സുകാർക്ക് സ്റ്റഡി ക്ലാസ് എടുക്കുന്ന ഒരു തിരക്കിലായിരുന്നു മൂപ്പര്. അതുകൊണ്ട് ഈ ഫ്ലോർ മാനേജ്മെന്റിന്റെ കാര്യം അങ്ങ് മറന്നുപോയി. അവസാനം വോട്ടിനിട്ടു. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് സമ്പ്രദായം ഉപയോഗിച്ച്, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഒരു വോട്ടിംഗ് നടക്കുന്നത്. അല്ലാത്തപ്പോഴുള്ള ഈ ശബ്ദ വോട്ടോടുകൂടി, നോസ് ആയിസ് എന്ന് പറഞ്ഞ് ശബ്ദ വോട്ടോടുകൂടി അങ്ങ് തീരുമാനം ഉണ്ടാക്കുകയാണ് പതിവ്. ഇത്തവണ ശരിക്കും പോളിംഗ് വേണമെന്ന് പറഞ്ഞു, ഡിവിഷൻ വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. അപ്പൊ നമ്മുടെ യന്ത്രം പണിമുടക്കിയിരിക്കുക, ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം. അപ്പൊ പിന്നെ ബാലറ്റ് വെച്ചിട്ടാണ് ഈ വോട്ടിംഗ് നടന്നത്. വാസ്തവത്തിൽ ഇത് ഫ്ലോർ മാനേജ്മെന്റിൽ BJPക്ക് പറ്റിയ ഏറ്റവും വലിയൊരു പരാജയവും അതുപോലെ വീഴ്ചയുമാണ്. അതിന്റെ ഉത്തരവാദി കിരൺ റിജ്ജുവാണ്. സത്യം പറഞ്ഞാൽ ഈ വരാതിരുന്നവർക്കല്ല നോട്ടീസ് കൊടുക്കേണ്ടത്, കിരൺ റിജ്ജുവിനാണ്. എന്തോ ഒരു പ്രസംഗവും എന്തോ ഒരു പ്രകടനവുമായിരുന്നു സഭയിൽ. പക്ഷെ ആ മന്ത്രിയെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ കാര്യം വന്നപ്പം അങ്ങേര് 100% പരാജയപ്പെട്ടു പോയി. നമ്മുടെ ജനാധിപത്യ അവകാശങ്ങൾ ധ്വംസിക്കുന്ന ഈ ബില്ലിന്റെ കാര്യത്തിൽ BJPയിൽ തന്നെ 2 അഭിപ്രായമുണ്ടെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇത് മോദിയുടെയും അമിത്ഷായുടെയും ഒരു കൂട്ടുകെട്ടിൽ ഉണ്ടായ ഒരു നിയമനിർമ്മാണ നിർദ്ദേശമാണ്. നിതിൻ ഗഡ്കരി അടക്കമുള്ള പലരോടും ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഇവരുമായിട്ട് സംസാരിച്ച് ശരിപ്പെടുത്തുമായിരിക്കും. പക്ഷേ ഭരണകക്ഷിക്കുള്ളിൽ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പുതിയ നിയമനിർമ്മാണത്തിനെതിരെ കടുത്ത എതിർപ്പുണ്ട് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ 542 അംഗങ്ങളാണ് ലോക്സഭയിലുള്ളത്. NDAയുടെ കൂടെ 293 പേരുണ്ട്. പക്ഷെ ഇന്നലത്തെ വോട്ടെടുപ്പിൽ 269 പേരുടെ പിന്തുണ മാത്രമാണ് ഈ ബില്ലിന്റെ അവതരണ അനുമതിക്ക് ലഭിച്ചത്. ഈ ബില്ല് ഭരണഘടനാ ഭേദഗതി കൂടിയാണല്ലോ. അത് പാസ്സാക്കണമെങ്കിൽ 2 സഭകളിലും കേവല ഭൂരിപക്ഷം വേണം. അതുപോലെ ഹാജരായി വോട്ട് ചെയ്യുന്ന ആളുകളുടെ 2/3 ഭൂരിപക്ഷവും വേണം. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ലോക്സഭയിലെ 2/3 ഭൂരിപക്ഷം NDAക്ക് ലഭിക്കാൻ പോകുന്നില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ 542 പേരും വന്ന് വോട്ട് ചെയ്യുകയാണെങ്കിൽ
ഭരണഘടനാ ഭേദഗതി ബിൽ പാസ്സാകണമെങ്കിൽ 362 പേരുടെ പിന്തുണ വേണം. ഇപ്പോഴുള്ള മുഴുവൻ NDA അംഗങ്ങളും വന്ന് വോട്ട് ചെയ്താൽ തന്നെ അവർക്ക് 293 വോട്ടുകളെ ലഭിക്കും. അല്ലെങ്കിൽ അവര് ഇന്ത്യ സഖ്യത്തിൽ നിന്ന് ആരെയെങ്കിലും അടർത്തിയെടുക്കണം, കാര്യമായിട്ട് അംഗസംഖ്യയുള്ള ആരെയെങ്കിലും. അതിനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. കാരണം ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും ഒക്കെ കഴിഞ്ഞാൽ മറ്റു പാർട്ടികളെല്ലാം ഏതാണ്ടെല്ലാം തന്നെ വളരെ ശക്തരായ പ്രാദേശിക പാർട്ടികളാണ്. നമ്മൾ ഓരോരുത്തരും നോക്കിയാൽ കാശ്മീരിലെ നാഷണൽ കോൺഫറൻസ്, മഹാരാഷ്ട്രയിലെ ശിവസേന, അവിടുത്തെ NCP, അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടി UP, ബീഹാറിൽ RJD, ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ്, തമിഴ്നാട്ടിൽ DMK, ഇവരെല്ലാം പ്രാദേശിക പാർട്ടികളാണ്. അതത് സംസ്ഥാനങ്ങളിൽ വളരെ പ്രബലരാണ്. പക്ഷേ ഈ ബില്ല്, ഈ നിർദ്ദിഷ്ട ബില്ല്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിയമനിർമ്മാണം ഏറ്റവും കൂടുതൽ ദോഷമായി ബാധിക്കുക പ്രാദേശിക പാർട്ടികളെയാണ്. അവരുടെ മരണമണി മുഴക്കുന്നതാണ് ഈ ബില്ല്. അവരെ അടിയോടെ വെട്ടിക്കളയാൻ ഉദ്ദേശിച്ചുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ബില്ല് പാസ്സാക്കിയെടുക്കുന്നതിന് ആ പാർട്ടികളിൽ ആരുടെയെങ്കിലും ഒരു പിന്തുണ ലഭിക്കും എന്ന് തോന്നുന്നില്ല. അതുപോലെ BJPക്ക് ഇന്നലെ സംഭവിച്ച മറ്റൊരു തിരിച്ചടി എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യം ഒന്നിച്ചു നിന്ന് ഈ അവതരണാനുമതിക്കെതിരെ വോട്ട് ചെയ്തു എന്നുള്ളതാണ്. അവിടുത്തെ ഭിന്നത മുതലാക്കാമെന്ന് കരുതിയിരുന്നതാണ് BJPയും സർക്കാരും. ആ ഉദ്ദേശമാണ് BJPക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ ഈ നിർണായകമായ സന്ദർഭത്തിൽ രാജ്യത്തെ ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നം വന്നപ്പോൾ ഇന്ത്യ സഖ്യം ഒന്നിച്ചു നിന്നു എന്നതാണ് രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു കാര്യം.